ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ല് അവിടുത്തെ പെസഹ രഹസ്യമാണല്ലോ. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച ഈശോ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത്, അതായത് ചരിത്രത്തിൽ കൃത്യമായ സമയം വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത്. റോമൻ ഗവർണറായി, പ്രൊക്കുറേറ്ററായി പലസ്തീനായില്, യൂദയായില് ഭരണം നടത്തിയിരുന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പാതാളങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന്. അവിടുന്ന് സ്ലീവായിൽ മരിച്ചു, അടക്കപ്പെട്ടു. സുവിശേഷങ്ങളില് ഈ സംഭവം എല്ലാം വിവരിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ കുരിശുമരണവും അവിടുത്തെ എപ്രകാരമാണ് സംസ്കരിക്കപ്പെട്ടത് എന്നുള്ളതും എപ്രകാരമാണ് രാജകീയമായ ഒരു സംസ്കാരം തന്നെ അവിടുത്തേക്ക് ലഭിച്ചതെന്നുമെല്ലാം യോഹന്നാൻ സുവിശേഷം ഉൾപ്പെടെയുള്ളവർ വിവരിക്കുന്നു. എന്നാൽ അതിനുശേഷം നമുക്ക് നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഈ ഒരു വാചകത്തില് അവിടുന്ന് പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ള ആ വിശ്വാസ ഘടകത്തില് നമ്മൾ ഏറ്റുപറയുന്നത്. എന്താണ് പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നതിന്റെ അർത്ഥം? പാതാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദർ അവരുടെ ഹീബ്രു ഭാഷയിലോ അറമായ സുറിയാനി ഭാഷകളിലോ ഒക്കെ ഉപയോഗിക്കുന്ന പദം ഷിയോൾ എന്നുള്ളതാണ്. അതാണ് മലയാളത്തിൽ പാതാളം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അത് നരകമല്ല, സ്വർഗവുമല്ല. നരകത്തിലേക്ക് പോകുന്നത് ദൈവ കൽപ്പനകൾ പാലിക്കാതെ ദൈവത്തോട് മറുതലിച്ച് ജീവിക്കുന്നവരാണ്, ദൈവത്തെ തിരസ്കരിച്ച് ജീവിക്കുന്നവരാണ് നരകത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം. ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിന്റെ വഴിയെ നടന്ന് ജീവിക്കുന്ന നീതിമാന്മാരായിട്ടുള്ളവർ ദൈവസന്നിധിയിലേക്കും പോകും. അതാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. എന്നാൽ ഇതിന് രണ്ടിനും മധ്യേയുള്ള ഒരു സ്ഥലം കൂടിയുണ്ട്. നമ്മൾ ശുദ്ധീകരണ സ്ഥലം, രക്ഷയുടെ ആ ഭവനം എന്ന് പറയുന്ന, രക്ഷയെ പ്രതീക്ഷിച്ച് കഴിയുന്നവരുടെ ഭവനമാണ്. അതുകൊണ്ടാണല്ലോ ബെസ് പുർക്കാന, അത് ഹൗസ് ഓഫ് പ്യൂരിഫിക്കേഷനാണ്, ഹൗസ് ഓഫ് എക്സ്പെക്ടേഷൻ ആൻഡ് ഹോപ്പുമാണ്, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഭവനവുമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്കാണ് മരണത്തിലൂടെ അവിടുന്ന് ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതുവരെ ജീവിച്ചിരുന്ന, ആദം മുതല് മിശിഹായുടെ മരണം വരെ, ആ കാലം വരെ ജീവിച്ചിരുന്ന സകല മനുഷ്യരും, അത് നീതിമാന്മാരായിട്ടുള്ളവർ മിശിഹായിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത്. അവരും കാത്തിരിക്കുകയാണ് മിശിഹായുടെ ആഗമനത്തെ. ശുദ്ധീകരണം ആവശ്യമുള്ളവരും തങ്ങളുടെ സഹനത്തിലൂടെ ശുദ്ധീകരണം സാധിച്ച് വിശുദ്ധരുടെയും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടേതുമായ പ്രാർത്ഥനകളുടെ സഹായത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് രക്ഷയ്ക്ക് അർഹരായി തീരുന്നവരും രക്ഷകനെ പാർത്ത് കഴിയുന്ന ആ അവസ്ഥയാണ്. മിശിഹായ്ക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയവരാണ്. അവരുടെ ആ അവസ്ഥയാണ്, ജീവിത ഒരു സ്ഥലം എന്നതിനേക്കാൾ അവരായിരിക്കുന്ന ഈ അവസ്ഥയാണ് പാതാളം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈശോ തന്റെ സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ ജീവിച്ചിരുന്ന സകല മനുഷ്യരുടെയും മേല് അധികാരമുള്ളവനായി തീരുന്നു, ആധിപത്യമുള്ളവനായി തീരുന്നു എന്നതിന്റെ സൂചനയാണ്. അവിടുന്ന് രക്ഷകനായിരിക്കുന്നത് താൻ ജീവിച്ചിരുന്ന കാലത്തുള്ള മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യ സൃഷ്ടി മുതല് ലോകാവസാനം വരെയുള്ള സകല മനുഷ്യവർഗത്തിന്റെ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവന്റെയും രക്ഷകനാണ് അവിടുന്ന്. ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതും തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ ഈ രക്ഷ സാധിച്ചത്. അപ്പോൾ റിട്രോസ്പെക്റ്റീവായിട്ട് മിശിഹ ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് മിശിഹായ്ക്ക് മുൻപും മിശിഹായ്ക്ക് ശേഷവും എന്നുള്ള ആ വിഭജനം സാധ്യമാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും, മിശിഹായ്ക്ക് മുൻപ്, അവിടുത്തെ ആഗമനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന എല്ലാവർക്കും, നീതിമാന്മാരായിട്ട് ജീവിച്ചിരുന്ന, രക്ഷയ്ക്ക് അർഹരായിരുന്ന എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്തു. അത് സാധ്യമാകുന്നത്, രക്ഷ ലഭിക്കുന്നത് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോയിലൂടെ മാത്രമാണ്. അതിനുശേഷമുള്ള മിശിഹാ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചും മനുഷ്യപുത്രന് രണ്ടാമത്തെ ആഗമനം വരെയുള്ള കാലഘട്ടത്തില് ജീവിക്കാൻ പോകുന്നവർക്കും രക്ഷ ലഭിക്കാൻ പോകുന്നത് ഈ ഏകരക്ഷകനായ മിശിഹായിലൂടെയാണ്. അപ്പോൾ സൃഷ്ടി മുതല് രണ്ടാമത്തെ ആഗമന യുഗാന്തം വരെയുള്ള കാലഘട്ടത്തില് രക്ഷ മുഴുവനും സാധിക്കുന്നത് ഏകരക്ഷകനായ നസ്രായനായ ഈശോ മിശിഹായിലൂടെയാണ്, ദൈവപുത്രനായ ഈശോയിലൂടെയാണ്.
അപ്പോൾ ആ സത്യമാണ് യഥാർത്ഥത്തിൽ അവിടുന്ന് പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ അവിടുന്ന് പാതാളത്തിൽ അവിടുത്തെ പ്രതീക്ഷിച്ചിരുന്നവർ, രക്ഷ കാത്തിരുന്നവരുടെയും രക്ഷകനായിട്ട് അവരോടും സുവിശേഷം പ്രഘോഷിച്ചു എന്നാണ് പത്രോസ് ലീഹ തന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത്. പത്രോസ് ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മരിച്ചവരോടും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടുവെന്ന്. ഈശോ തന്റെ പരസ്യജീവിത കാലത്ത് സുവിശേഷ പ്രഘോഷണവുമായിട്ട്, ദൈവരാജ്യത്തിന്റെ സുവിശേഷ പ്രഘോഷണവുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവിടുന്ന് ജീവിച്ചതും പ്രവർത്തിച്ചതും മുഴുവനും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. അവിടുന്ന് അരുൾ ചെയ്ത ഉപമകളെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു, അഥവാ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ, ദൈവം ഈശോയിൽ ഭരണം നടത്തുന്നു, പ്രപഞ്ചം മുഴുവനിലും മനുഷ്യചരിത്രത്തിലും ഭരണം നടത്തുന്നു എന്നുള്ള ആ ഒരു സത്യം, ദൈവരാജ്യം ഇതാ സംജാതമായിരിക്കുന്നു മനുഷ്യനായി അവതരിച്ച ഈശോയിൽ എന്നുള്ള ആ സത്യം, ആ ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ആ സത്യം, ആ നോഹിന്റെ പെട്ടകം പോലെ രക്ഷയുടെ പേടകമായിട്ട് നിലനിൽക്കുന്ന ഈ സഭയിലേക്ക് എല്ലാവരെയും ആടി വിളിക്കുന്ന ആ സംവിധാനത്തിന്റെ പ്രാരംഭകനാണ്, അതിന്റെ പ്രഘോഷകനാണ് ഈശോ എന്നുള്ള സത്യം ഈശോയുടെ മരണത്തിലൂടെ അന്നുവരെ മരിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നവരോടും പ്രഘോഷിക്കപ്പെട്ടു. അതാണ് പത്രോസ് ലീഹ 1-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തില് പാതാളത്തിലുണ്ടായിരുന്നവരോടും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈശോ അവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചു എന്നല്ല അർത്ഥം. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെയും പെസഹാരഹസ്യത്തിന്റെയും ഫലങ്ങൾ അവരോടും പ്രഘോഷിക്കപ്പെട്ടുവെന്ന്. അപ്പോൾ അവിടെ പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് രക്ഷ ലഭിക്കുന്നത് മിശിഹായുടെ ഈ മരണത്തിലൂടെയാണ്. അപ്പോൾ ഹെബ്രായ ലേഖകൻ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തില് സാക്ഷികളുടെ ഒരു വലിയ നിരയെക്കുറിച്ച് തന്നെ പ്രസ്താവിച്ചതിന് ശേഷം, ആദം മുതലുള്ള സകല നീതിമാന്മാരുടെയും ചരിത്രം വിവരിച്ചതിന് ശേഷം അവസാന വാക്യത്തില് 11-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ഹെബ്രായ ലേഖകൻ: ഇവരെല്ലാവരും വിശ്വാസം മൂലം സ്വീകാര്യരായിരുന്നുവെങ്കിലും ആരും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം കൂടുതൽ ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി ദൈവം മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ നമ്മെ കൂടാതെ അവർ പരിപൂർണരാവുക സാധ്യമല്ലായിരുന്നു. എന്താണ് സ്ലീഹ 1-ാം നൂറ്റാണ്ടിൽ ഇത് എഴുതുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ഈശോയുടെ കാലത്ത് ജീവിച്ചിരുന്ന, ഈശോയെ കാണുന്നതിനും തൊടുന്നതിനും അനുഭവിക്കുന്നതിനും ഭാഗ്യം ലഭിച്ച, ആ നേരിട്ട് മിശിഹാനുഭവം ലഭിച്ച ആ ആദിമ ക്രൈസ്തവ സമൂഹം, അവരിലൂടെയാണ് പിന്നീട് സുവിശേഷം ലോകം മുഴുവനും അറിയപ്പെടുന്നത്. അപ്പൊ അവരിലൂടെ അല്ലാതെ, ഈ മിശിഹായ സംഭവവുമായി ബന്ധപ്പെട്ടല്ലാതെ അതിനു മുമ്പ് ജീവിച്ചിരുന്നവരും നീതിമാന്മാരായി ജീവിച്ചിരുന്നവരും രക്ഷ പ്രാപിക്കുന്നില്ല. ഈ മിശിഹായിലൂടെ തന്നെയാണ്, മിശിഹായിലൂടെ കുരിശുമരണത്തിലൂടെ രക്ഷയിൽ സാധിച്ച രക്ഷയിലൂടെയാണ് അവരും രക്ഷിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രതീക്ഷയോടെ കാത്തിരുന്നവരോടാണ് ഈശോ മരണശേഷം പാതാളങ്ങളിലേക്ക് ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ലീഹ 1-ാം ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിലും ഇക്കാര്യം തന്നെ പറയുന്നുണ്ട്: ദൈവവുമായി നമ്മെ രമ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ പാപങ്ങൾ നിമിത്തം മരിച്ച ഈശോ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് പാതാളങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരുന്നവരോട് സുവിശേഷം പ്രഘോഷിച്ചു. 1 പത്രോസ് 3:19 പറയുകയാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, എങ്കിലും ആത്മാവിൽ ജീവിച്ചുകൊണ്ട് പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നവരോട് സുവിശേഷം പ്രഘോഷിച്ചു എന്നാണ് 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ അത് മനസ്സിലാകണമെങ്കിൽ പത്രോസിന്റെ തന്നെ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു വാചകം കൂടി ചേർത്ത് വായിക്കണം. പാപം ചെയ്ത മാലാഖമാരെ ദൈവം അവരോട് ക്ഷമിച്ചില്ല, മറിച്ച് വിധി ദിവസം വരെ സൂക്ഷിക്കുവാനായി അവരെ അന്ധകാരം നിറഞ്ഞ പാതാളത്തിലേക്ക് തള്ളി എന്നാണ് പത്രോസ് ലീഹയുടെ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 19 പറയുന്നത് പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നവരോട്. ബന്ധിക്കപ്പെട്ടിരുന്നത് വീണുപോയ മാലാഖമാരാണ്. അവരാണ് തിന്മയെ പ്രോത്സാഹിപ്പിച്ചതും തിന്മയിലേക്ക് ആൾക്കാരെ ക്ഷണിച്ചതുമെല്ലാം, തിന്മയുടെ വഴിയെ ആൾക്കാരെ നയിച്ചതുമെല്ലാം. അതുകൊണ്ട് തന്നെയാണ് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിലൂടെ സകല തിന്മയുടെ ശക്തികളെ നശിപ്പിക്കുമ്പോൾ ഈ അധപ്പതിച്ച ദൈവിക സ്ഥാനത്ത് നിന്ന്, ദൈവദൂതന്മാരുടെ സ്ഥാനത്ത് നിന്ന് അധപ്പതിച്ചു പോയ ആ മാലാഖമാരെ, അവരാണല്ലോ തിന്മയുടെ ശക്തിയായി മാറിയത്, സാത്താനായി മാറിയത്, പിശാചായി മാറിയത്. അവരെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ആ ബന്ധിക്കപ്പെട്ടിരുന്നവരോടും അവരുടെ വിധി നിർണായകമായി പ്രഖ്യാപിക്കുവാൻ, അതായത് അവര്
മിശിഹ രക്ഷകനായി വരുമ്പോൾ നടക്കുന്ന വിധിയിൽ അവിടുന്ന് വിശ്വസിക്കാതിരുന്ന, ദൈവകൽപ്പനകൾ പാലിക്കാതിരുന്നവർക്ക് നിത്യമായ നാശമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ അനുസരിക്കാതിരുന്നവര് തിന്മയിലേക്ക് നയിച്ചവർക്ക് സാത്താന്, നുണയുടെ പിതാവായിരിക്കുന്ന സാത്താന് തിന്മ തന്നെയാണ് ലഭിക്കുന്നത്, ആ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനയും, ഈശോയുടെ സുവിശേഷം ഈശോ എല്ലാവരും രക്ഷിക്കുവാൻ വന്നതാണ് എങ്കിലും അവിടുന്ന് വിശ്വസിക്കാതിരുന്നവർക്ക് രക്ഷ കിട്ടുകയില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അവരോടുള്ള ആ ബന്ധനത്തിൽ കഴിഞ്ഞവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവരുടെ നിത്യനാശം പൂർണ്ണമായി വിധി പ്രസ്താവിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവിക ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തി മനുഷ്യനായി അവതരിച്ച് ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വഴിയെ നടക്കുന്നവർ ആ രക്ഷാപേടകത്തിലേക്ക് തിരുസഭയില് വിശ്വസിച്ച് തിരുസഭയില് അംഗങ്ങളായി ജീവിക്കുന്നവർക്ക് ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. അവർ നിത്യമായ ഭാഗ്യത്തിലേക്ക്, സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും. ആ പ്രവേശന കവാടമാണ് മിശിഹ തുറന്നു നൽകിയത് പാതാളങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ എന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പായും പറയുന്നുണ്ട്. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നു, മരണം വഴി മരണത്തിന്റെ വാതിൽ തുറന്നവനാണ് മിശിഹ. തന്നെ കാത്തിരുന്നവരെ ഉത്ഥാനത്തിന്റെ പ്രകാശത്തിലേക്ക് അവിടുന്ന് കൈപിടിച്ചുയർത്തി എന്നാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ മരണത്തിന്റെ ഐക്കണുകളിലെല്ലാം അവിടുന്ന് പാതാളങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു താഴേക്ക് ഇറങ്ങുന്നത് പോലെയുള്ള ചിത്രീകരണം നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ഗർത്തത്തിലൂടെ താഴേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് സ്ലീവായിൽ ചവിട്ടി നിൽക്കുന്ന ഈശോ എന്താണ് ചെയ്യുന്നത്? 2 കരങ്ങൾ കൊണ്ടും ആദത്തെയും ഹവ്വായെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യവർഗം മുഴുവനെയും, ആ വിശ്വാസികളുടെ സാക്ഷികളുടെ ആ വലിയ നിര മുഴുവനെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതായിട്ടാണ് ഈ ഈശോയുടെ മരണത്തിന്റെ ചിത്രീകരണങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉത്ഥാനത്തിന്റെ ചിത്രീകരണമായിട്ടും ഇത് അവതരിപ്പിക്കാറുണ്ട്. കാരണം ഈശോയുടെ മരണത്തിലൂടെ സംഭവിച്ചത് അവിടുത്തെ പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു, അവിടുത്തെ മഹത്വീകരണമായിരുന്നു. അതിലൂടെ സംഭവിച്ചത് മനുഷ്യ പ്രകൃതിയെ അവിടുന്ന് കൈപിടിച്ചുയർത്തുകയായിരുന്നു. എവിടെ നിന്ന് അവർ അധപതിച്ച് താഴേക്ക് വീണുവോ അവിടേക്ക് ആ മനുഷ്യ പ്രകൃതിയെ മഹത്വീകരിച്ച് ദൈവം ഉയർത്തുകയായിരുന്നു. പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്. അവിടുന്ന് നമ്മുടെ രക്ഷ സാധിച്ചിരിക്കുന്നത് അവിടുത്തെ സഹനത്തിലൂടെയാണ്, മരണത്തിലൂടെയാണ്, ഉത്ഥാനത്തിലൂടെയാണ്. ആ രക്ഷ സാധിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.